ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് പോസ്റ്റിംഗ് എ ബിഗ് വ്ളോഗ്. ഞാനൊരു ചെറിയ ഷോർട്സിലൊരു വ്ളോഗ് ഇട്ടായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ്. സോ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് പോസ്റ്റിംഗ് എ ബിഗ് വ്ളോഗ്. സോ ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത് എവിടെ പോകാനാണ് നിങ്ങൾ വിചാരിക്കും. സോ ഞങ്ങൾ ഒരു ട്രിപ്പിന് പോവാണ്. മീ, മൈ ബ്രദർ ആൻഡ് മൈ ഗ്രാൻഡ് മദർ, ഞങ്ങൾ മൂന്നുപേർ മാത്രമായിട്ടൊരു ട്രിപ്പ് പോകുന്നു. വി ആർ ഗോയിങ് ടു തായ്ലൻഡ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ്. സോ ഐ ജസ്റ്റ് ഗോട്ട് റെഡി ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ടു ഗോ. സോ നമുക്കിനി ഫുൾ വ്ളോഗിൽ എല്ലാം കാണിക്കുന്നതായിരിക്കും. മേ ബി 2 പാർട്സ് ആയിട്ടായിരിക്കും കാണിക്കുക, ഒന്നെങ്കിൽ 2 മാക്സിമം 3 പാർട്സ്. ഞാൻ 2 പാർട്സിലായിട്ട് നിർത്താൻ ശ്രമിക്കാം, ബിക്കോസ് നിങ്ങളെ ബോറടിപ്പിക്കരുതല്ലോ. സോ ഞാൻ 2 പാർട്ടാക്കി ആയിരിക്കും ഇടുന്നത്. എന്തായാലും ഒരു പാർട്ടായിരിക്കത്തില്ല, 2 പാർട്ടാക്കിയിട്ടായിരിക്കും ഇടുന്നത്. സോ നമുക്ക് ഇനി വഴിയെല്ലാം കാണിക്കാൻ, ഞാൻ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നെല്ലാം കാണിക്കും. സോ നൗ ലെറ്റ്സ് ഗോ ടു ദി എയർപോർട്ട്. ഇവിടെ ഭയങ്കര ചൂട്. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് എടുക്കുന്നത്, കാരണം സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസിലൊക്കെ നോക്കുമ്പോഴും. സോ അതുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പം നമുക്കിനി നേരെ എയർപോർട്ടിലോട്ട് പോവാം ഗൈസ്. സോ ലെറ്റ്സ് സീ യു ദെയർ. സോ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. സോ അവിടെ ചെന്നിട്ട് നമ്മൾ ലഗേജൊക്കെ കൊടുത്തു വിട്ടു. ഇനി നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ എൻ്റെ ബ്രദർ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇത് ആളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പം നമ്മൾ പ്ലെയിൻ വന്നിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ആൾക്ക് ഈ ട്രിപ്പിനെക്കാട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വാസ് ഫോർ ദിസ് ഗെറ്റിംഗ് ഇൻ ദ എയറോപ്ലെയിൻ. സോ ഫസ്റ്റ് ടൈമാണ്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാനങ്ങ് ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അപ്പോൾ അത് ഞാനെല്ലാം റെക്കോർഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ബേസിക്കലി 2 ഫ്ലൈറ്റാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഫ്രം ട്രിവാൻഡ്രം ടു മലേഷ്യ, പിന്നെ അവിടെ നിന്ന് മലേഷ്യ ടു ബാങ്കോക്ക് ആണ്. സോ ഇത് നമ്മൾ നൈറ്റാണ്. നമ്മൾ മലേഷ്യ എത്തുമ്പോഴത്തേക്ക് അടുത്ത ദിവസമാവും. സോ അങ്ങനെ 2 ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മൾ പ്ലെയിൻ ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. സോ ദിസ് ഫ്ലൈറ്റ് വാസ് അറ്റ് 11 o'clock. നമ്മൾ മോർണിംഗ് 6 o'clock, അതായത് മലേഷ്യൻ ടൈം 6 o'clock ആകുമ്പം അവിടെ എത്തും. സോ എൻ്റെ അനിയൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൾ ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല, ഫുൾ പ്ലെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തന്നെ മലേഷ്യ എത്തി. നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലൈറ്റിന് അത്ര ടൈം ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിയാണ് അടുത്ത ഫ്ലൈറ്റ് കയറേണ്ട ഗേറ്റിലോട്ടൊക്കെ പോയത്. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് കുറേ നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ വെയിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ഇനി നമ്മൾ നേരെ ബാങ്കോക്കിലായിരിക്കും എത്തുന്നത്. അങ്ങനെ അതൊരു ഡേ ടൈം ഫ്ലൈറ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. അവിടെ വന്നിട്ട് നമുക്ക് റെസ്റ്റ് ഒന്നുമില്ലായിരുന്നു. സോ ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ നൗ. 4th of April ആണ്. നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല, നേരെ റെഡി ആവുക, പോകുക എന്നുള്ളത്. നമ്മൾ റൂമിൽ പോയില്ല, നമ്മൾ നേരെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ 2 ടെമ്പിളായിരുന്നു അന്നത്തെ ദിവസത്തേത്. സോ നമ്മൾ ഫുൾ ട്രിപ്പ് വാസ് ഓൺ ബസ്. ഫുൾ എല്ലായിടത്തും പോകുന്നത് ഈ ബസ്സിലായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നേരെ പോകുന്ന ഫസ്റ്റ് പ്ലേസ്, നമ്മൾ ഫസ്റ്റ് ആദ്യം ബാങ്കോക്ക് സിറ്റിയിലോട്ട് പോവാണ്. എനിക്ക് സിറ്റി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ അവിടുത്തെ പ്ലാൻസ് ആൻഡ് ഓൾ ലുക്ക് ലൈക്ക് കേരള, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു സിറ്റി വൈബൊക്കെ. അപ്പം നമ്മൾ പിന്നെ ഫുൾ ഉറക്കമായിരുന്നു, കാരണം ഫ്രം ദാറ്റ് എയർപോർട്ട് നമുക്കൊരു 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി. എഴുന്നേറ്റപ്പോഴത്തേക്ക് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. സോ നമ്മൾ ഫസ്റ്റ് പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളാണ്. അവിടെ വീഡിയോസ് അലൗഡ് അല്ല, ഇൻസൈഡ് ഓൺലി ഫോട്ടോസ്. ഞാനങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ അടുത്തത് ഒരു ടെമ്പിളാണ്. ഇറ്റ്സ് എ മാർബിൾ ടെമ്പിൾ. അതിൻ്റെ വീഡിയോ ഞാൻ വെളിയിൽ നിന്നെടുത്തു, കാരണം അകത്ത് അലൗഡ് അല്ലല്ലോ. അങ്ങനെ അകത്ത് ഫോട്ടോസ് അലൗഡാണ്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. എനിക്ക് ആ സ്ട്രക്ചർ ആൻഡ് ഓൾ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ജസ്റ്റ് ലുക്ക്ഡ് വണ്ടർഫുൾ. ആ ബിൽഡിങ് ആൻഡ് ഓൾ വാസ് ഗുഡ്. അകത്ത് പ്രെയർ സംഭവം നോർമൽ ബുദ്ധ ടെമ്പിളായിരുന്നു അതും. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പിന്നെ റൂമിൽ പോയി, കാരണം അന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോവാണ്. അങ്ങനെ റൂമിൽ പോയി നമ്മൾ റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി സിറ്റി കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങി. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് വെച്ചു. അങ്ങനെ ആ വഴി പോയപ്പം ഒരു കാഫറ്റീരിയ ഒക്കെ കണ്ടു. എനിക്ക് അവിടുത്തെ സിറ്റി വൈബ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ പോയി പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് സിറ്റീസൊക്കെ ഒന്ന് കറങ്ങി കണ്ട് കടകളിലൊക്കെ ഒന്ന് കയറി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. കാരണം അറ്റ് 7:30 വി ഹാവ് ടു ഗോ ഫോർ ഡിന്നർ. സോ അങ്ങനെ വീണ്ടും നമ്മൾ 7:30 അപ്പോൾ ബസ്സിൽ കയറി ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് വരാം ഇനിയിപ്പം. അങ്ങനെ വി ഹാഡ് ഡിന്നർ. ഇറ്റ് വാസ് ഓൾസോ എൻ ഇന്ത്യൻ ബുഫേ ആയിരുന്നു ഫുൾ. പിന്നെ അവിടെ കുറേ കണ്ണാടികളൊക്കെ കണ്ടപ്പോൾ ആസ് യൂഷ്വൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അന്നത്തെ ഡേ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തു.
ആൻഡ് നൗ ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ 5th of April ആണത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. ഇന്നത്തെ ദിവസം ഫുൾ സഫാരി വേൾഡാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആവണം, അതിൻ്റെ ഒരു മ്ലാനതയാണ് എൻ്റെ മുഖത്ത് കണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിക്കകത്തിരിക്കും, ആനിമൽസ് ആർ ഓപ്പൺ ഔട്ട് സൈഡ്. അപ്പം ഇങ്ങനെ ഓരോ സെക്ഷൻ ഓഫ് ആനിമൽസ് ഉണ്ട്, നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ബട്ട് നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല, ജസ്റ്റ് ഇൻസൈഡ് ദ നമ്മളൊരു കൂട്ടിൻ്റെ അകത്ത്, അവർ വെളിയിൽ അവരുടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നു, നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പം ഡോണ്ട് മൈൻഡ് ദ വീഡിയോ ഷേക്കിംഗ് ടു മച്ച് ബിക്കോസ് നല്ലൊരു ബമ്പി റോഡാണ്, അപ്പം ബസ് കുലുങ്ങും. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഞാൻ മാക്സിമം സ്റ്റേബിളായിട്ട് എടുക്കാൻ നോക്കിയത്. അപ്പം അങ്ങനെ അവിടെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു, ലൈക്ക് ബേർഡ്സിൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വെറൈറ്റീസ് ആണ് അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളതൊന്നും ഞാൻ നോക്കിയില്ല. ബട്ട് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം അവർക്ക് പറ്റിയൊരു ഹാബിറ്റാറ്റിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫോർ ദ ആനിമൽസ്. സോ എനിക്ക് ഈ പാർട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ദ ഗ്രീനറി വൈബ് വാസ് ഗുഡ്, ലൈക്ക് ആ വാട്ടർ ആൻഡ് ഓൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ജസ്റ്റ് എന്താ പറയുക, സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് ഫോർ ദ ആനിമൽസ് ഓൾസോ. ലൈക്ക് അവരുടെ ഹാബിറ്റാറ്റ് പെർഫെക്റ്റ് ആണ്. സോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സോണിലെത്തി, ഇത് ഡേഞ്ചർ സോൺ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് സഫാരി വേൾഡിൽ ഡേഞ്ചർ സോണിൽ പോകണം എന്ന് ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ഡേഞ്ചറൊന്നുമില്ല, നമ്മൾ വണ്ടിയിലിരിക്കും, ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ആർ ഓൾ ഓപ്പൺ, നമുക്കപ്പോൾ കാണാം, ഭയങ്കര ഓപ്പണായിട്ട് കാണാം. ആൻഡ് എനിക്കത് കാണണമെന്ന് വെച്ചാൽ ഞാൻ വന്നത് തന്നെ. പിന്നെ വീണ്ടും കുറേ ബേർഡ്സിൻ്റെ ഇതുണ്ടായിരുന്നു. ഇതെല്ലാം സെയിം ബേർഡ്സ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കണ്ടിട്ടില്ല അവരെ കണക്കിരിക്കുന്നത്. ഇതെനിക്ക് കണ്ടിട്ട് കൊക്ക് പോലൊക്കെ തോന്നുന്നു. സോ ഇതുണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡിയേഴ്സ് ആൻഡ് ഓസ്ട്രിച്ച് ഒക്കെ ഒരുമിച്ച് തുറന്നു വിട്ടിരിക്കുന്നൊരു ഫ്രണ്ട്ലി വൈബുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ബെയേഴ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ബ്ലാക്ക് ബെയറിൻ്റെ അടുത്താണ്. സോ ബ്ലാക്ക് ബെയേഴ്സ് നിങ്ങൾ രാവിലെയാണ് പോയത്. അതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് നമ്മൾ മാത്രമല്ല രാവിലെ കുളിക്കുന്നത്, ആനിമൽസും കുളിക്കും. അപ്പം ഈ ബെയേഴ്സൊക്കെ രാവിലെ കുളിക്കുമായിരുന്നു, പച്ച വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നീന്തി പോകുന്നു രാവിലെ തന്നെ. സ്വിമ്മിങ് സെഷൻ ആകാമെന്ന് വെച്ചായിരിക്കും. ഞാൻ കുളിക്കാത്തൊരു ബെയറിനെ കണ്ടായിരുന്നു, പക്ഷേ അതിനിപ്പം ഞാൻ വീഡിയോ കാണുന്നില്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു. കാരണം അവിടെ വീഡിയോ സംസാരിക്കാൻ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ബെയറിനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും കുറേ ഓസ്ട്രിച്ചുകൾ, ഇത് ഓസ്ട്രിച്ചാന്ന് തോന്നുന്നു, അതോ ഇനി വൈൽഡ് ലൈഫ് വേറെ എന്തെങ്കിലും ബേർഡാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഓസ്ട്രിച്ചുകൾ മാത്രമുള്ളൊരു പ്ലേസ് ആയിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ നേരെ സഫാരി പാർക്കിലാണ് പോയത്. ഇവിടാണ് നമുക്ക് മറ്റേ ഒറാങ്കുട്ടൻ അങ്ങനെ ടൈഗർ ഒക്കെ ഫോട്ടോ എടുക്കുന്ന സംഭവം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് 3 ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഷോയ്ക്ക് പോവാണ്. ഫസ്റ്റ് നമുക്കുള്ളത് ഒറാങ്കുട്ടൻ ബോക്സിങ് ഷോ ആണ്. അപ്പോൾ എൻ്റെ അനിയനുണ്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൂളാന്ന വിചാരം, ബട്ട് കൂളല്ല. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഒറാങ്കുട്ടൻ ബോക്സിങ് ഷോയ്ക്കാണ്. അത് ഒരുപാട് നടക്കണം, നമുക്ക് നടക്കുന്നതിനിടയ്ക്കും കുറേ ആനിമൽസിനെയൊക്കെ കാണാം കേട്ടോ ഇങ്ങനെ. പിന്നെ നമ്മൾ ഒരുപാട് നടന്നാണ് നമ്മൾ ഒറാങ്കുട്ടൻ ബോക്സിങ് ഷോ എത്തിയത്. ആൻഡ് ഒറാങ്കുട്ടൻ ബോക്സിങ് ഷോ വാസ് വെരി ഗുഡ് എന്ന് തന്നെ പറയാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം വേണ്ടതാണ് ഒറാങ്കുട്ടൻ പറന്നു പോന്നു. എന്നിട്ട് വെറും 2 ഒറാങ്കുട്ടൻസ് അല്ലല്ലേ, കുറേ ഉണ്ടായിരുന്നു. അവർ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഒരു കോമഡി വൈബിലാണ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു. നമ്മളവർ പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ യു ക്യാൻ സീ ദ ഒറാങ്കുട്ടൻ ഗിറ്റാർ വായിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ കുറേ.
ഒറാങ്കുട്ടൻ ഷോയും എലിഫൻറ്റ് ഷോയും കഴിഞ്ഞ് നേരെ നമ്മൾ സ്പൈ വാർ ഷോയ്ക്കാണ് പോയത്. ഇത് കുറച്ചുകൂടെ ഇതിനകത്ത് ആനിമൽസ് ഒന്നുമില്ല, ഓൺലി പീപ്പിൾ ഇങ്ങനൊരു കഥ കണക്ക് ചെയ്തിട്ട് ഭയങ്കര വാർ മോഡിലാണ്. ബോംബിടുന്നു, വെടിവെക്കുന്നു, എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് കണ്ടു. നിന്ന് കത്തുന്നുണ്ട്, വെള്ളം നിന്ന് കത്തുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബട്ട് പേഴ്സണലി എനിക്ക് ഒറാങ്കുട്ടൻ ആൻഡ് മറ്റേതൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. കണ്ടോ, തീയൊക്കെ എവിടെ നിന്നൊക്കെയോ വരുന്നു, ബോംബിടുമ്പോൾ തീ പോകുന്നു, ഭയങ്കര ആ ഹീറ്റ് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഒരു ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഒറാങ്കുട്ടനും എലിഫൻറ്റ് ഷോയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് ആ സ്റ്റോറി മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, ബട്ട് ഇതും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ കുടകളുടെ അടിയിൽ കൂടെ നടന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. ടുഡേ വാസ് ഓൾസോ എൻ ഇന്ത്യൻ ബൊഫേ ആയിരുന്നു. നമുക്ക് തായ് ഫുഡ് ഏതൊരു ദിവസം ഉണ്ട് കേട്ടോ. അപ്പം അവിടെ നമ്മൾ വീണ്ടും അടുത്ത ഷോയ്ക്ക് പോവാണ്. അടുത്ത നമ്മൾ പോകുന്നത് ഡോൾഫിൻ ഷോയ്ക്കാണ്. അപ്പം ഡോൾഫിൻ ഷോ വാസ് ഓൾസോ ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ആനിമൽസിൻ്റെ ഷോ ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ആൻഡ് നമുക്കിനിയിപ്പം ഡോൾഫിൻ ഷോ കാണാം. അങ്ങനെ ഡോൾഫിൻ ഷോ കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരുന്ന മൊമെൻ്റ് എത്തി. എൻ്റെ അനിയനാണെങ്കിൽ ഒറാങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാണ് വന്നത് തന്നെ. ഞാൻ എടുത്തില്ല, എനിക്ക് പേടിയാണ്. സോ മൈ ബ്രദർ ഇസ് ടേക്കിങ്. എന്തൊരു ചിരി, ഒറാങ്കുട്ടൻ തലകുത്തി നിൽക്കുന്നു, ഇനി കിടന്ന് തലകുത്തി നിൽക്കുന്നത്, അങ്ങനെ പല പല പോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ഹിസ് സ്മൈൽ. ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒറാങ്കുട്ടൻ എന്ത് ചെയ്താലും ഇവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒറാങ്കുട്ടൻ നിന്ന് മടി കിടക്കുന്നു, ഇനി ഒറാങ്കുട്ടൻ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഉമ്മ കൊടുക്കുന്നു. ഞാൻ ഒറാങ്കുട്ടൻ്റെ അടുത്ത് നിന്നില്ല, എനിക്കവിടെ പുലിക്കുട്ടി ഉണ്ടായിരുന്നു. സോ പുലിക്കുട്ടിക്ക് പാൽ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഇത്. ഒറാങ്കുട്ടൻ്റെ കൂടെ നിൽക്കണമെന്നില്ലായിരുന്നു എനിക്ക്. സോ അവൻ തോണ്ട് അവർ രണ്ടുപേരും ബെസ്റ്റീസായി, ഒന്നും പറയാനില്ല. അപ്പം ഞാൻ താണ്ടെ പുലിക്കുട്ടി എടുത്തിരിക്കുകയാണ്, ഞാൻ ഇതിനാണ് വന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര അനിയൻ്റെ ഹാപ്പി, ഒറാങ്കുട്ടനുമായിട്ട് ഇരുന്നുകൊണ്ടുള്ള ചിരിയാണ്. നമ്മൾ വൈകിട്ടൊരു മോളിൽ പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മോളിൽ അവിടെ ഒന്നും വാങ്ങിയൊന്നുമില്ല, കാരണം പ്രൈസ് വാസ് പ്രിറ്റി ഹൈ. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങാനായിട്ടും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഒന്നും ഇല്ലാതുകൊണ്ട് ഒരു ഐസ്ക്രീം മേടിച്ചങ്ങ് തിന്ന്. അപ്പോൾ ഐസ്ക്രീമൊക്കെ തിന്ന് നമ്മൾ നേരെ അവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവിടെ നിന്ന് കറങ്ങി വീണ്ടും ഡിന്നർ കഴിച്ച് നമ്മൾ അന്ന് ഡേ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.